ഹായ് ദിസ് ഈസ് ബെൽസൺ ഹിയർ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഓപ്ഷൻസിൽ എങ്ങനെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ട്രേഡ് എടുക്കാമെന്നാണ്. ഇവിടെ നമ്മൾ മൊബൈൽ ആപ്ലിക്കേഷന് വേണ്ടി നമുക്ക് എക്സാമ്പിൾ കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഷെയർഖാന്റെ മൊബൈൽ ആപ്ലിക്കേഷനാണ്. ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് എഫ് ആൻഡ് സെഗ്മെന്റിൽ, അതായത് ഡെറിവേറ്റീവ് സെഗ്മെന്റിലെ ഫീച്ചേഴ്സ് ആൻഡ് ഓപ്ഷനിൽ ഓപ്ഷൻസ് എങ്ങനെ ട്രേഡ് എടുക്കാന്നുള്ളതാണ്. ഓപ്ഷൻസിൽ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്? NSE ആണെങ്കിൽ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി, പിന്നെ മിഡ് ക്യാപ് നിഫ്റ്റി അല്ലേ? ഇത്രയും ഓപ്ഷൻസ് കൂടാണ്ട് സ്റ്റോക്കിന്റെ ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? BSEയിലാണെങ്കിലോ സെൻസെക്സും ബാങ്കെക്സും അല്ലേ? ഇത്ര ഓപ്ഷൻസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഉണ്ട് കമ്മോഡിറ്റിയിലേക്കും കറൻസിയിലേക്കും ഉണ്ട്. അതൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാം. ഇതിപ്പോ ക്യാഷ് സെഗ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലേ, F&O സെഗ്മെന്റിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അപ്പോ നമുക്കൊന്ന് കണ്ടേക്കാം എങ്ങനെയാണ് ട്രേഡ് ചെയ്തെടുക്കുന്നത്, എന്തൊക്കെ തരത്തിലാണ് അവിടെ, എന്തൊക്കെ ഓപ്ഷൻസ് ആണ് അതിനകത്ത് യൂസ് ചെയ്യേണ്ടത് എന്നെല്ലാം നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത് ഷെയർഖാന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ആണ്. ഈ മൊബൈൽ ആപ്ലിക്കേഷനിൽ പോയിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ ഡെറിവേറ്റീവ്സിൽ എടുക്കാൻ നോക്കാം. ഡെറിവേറ്റീവ്സിൽ നമുക്ക് ഈ കാണുന്നത് ഫ്യൂച്ചേഴ്സ് ആണ്. മുകളിൽ നോക്കിയാൽ അറിയാം, ഫ്യൂച്ചേഴ്സ്, കോള്, പുട്ട് അല്ലേ? NSE, BSE. ഈ NSE പോയിട്ട് നമുക്ക് ഫ്യൂച്ചേഴ്സ് ആണെങ്കിൽ ഇവിടെ ഡീഫോൾട്ട് ആയിട്ട് എടുക്കേണ്ട ഫ്യൂച്ചേഴ്സ് കിടപ്പുണ്ട്. അതിൽ നമുക്ക് ഇപ്പോൾ ഏത് ഫ്യൂച്ചറാണ് വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ട്രേഡ് ചെയ്യാം. ഞാൻ പറഞ്ഞു തരുന്നത് ഓപ്ഷനെ കുറിച്ച് ആയതുകൊണ്ട് നമുക്ക് ഓപ്ഷനിലേക്ക് പോവാം. ഡെറിവേറ്റീവ്സ് ക്ലിക്ക് ചെയ്തു, കോൾ ഓപ്ഷൻ എടുത്തു. ഇപ്പം ഇത് ആദ്യം കണ്ടോ, NSE കിടക്കുന്നത് കണ്ടോ, NSE, BSE കണ്ടോ? ഇതിൽ NSE മാത്രമാണ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ കോളും സെലക്ട് ചെയ്തു. ഇതിൽ ഓൾറെഡി നിഫ്റ്റി എന്നാണ് കിടക്കണേ, അതുകൊണ്ട് നിഫ്റ്റി തന്നെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. താഴെ നോക്കി, ഇത് ഓപ്ഷൻ ചെയിനിൽ എന്തൊക്കെയുണ്ട്? ഓപ്ഷൻ ചെയിനിൽ മുകളിലായിട്ട് എക്സ്പയറി ഡേറ്റ് ഉണ്ട് അല്ലേ? 15th February, 22nd February, 29th February അങ്ങനെയുണ്ട്. അപ്പോൾ നമുക്ക് 15th February അതാണ് നിയറസ്റ്റ് എക്സ്പയറി എന്ന് പറയുന്നത്, വീക്കിലി എക്സ്പയറി എന്ന് പറയുന്നത്. അതെടുത്തു. അതിൽ അഡ് മണി എന്ന് പറയുന്ന ഒരു സാധനം, അത് ഓപ്ഷൻ്റെ ബേസിക്സ് പഠിക്കേണ്ടിയിരിക്കുന്നു. അത് അറിയാവുന്നവർക്കാണെങ്കിൽ മനസ്സിലാകും. അഡ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നിഫ്റ്റി 15th February 2024, കോൾ ഓപ്ഷൻ 21,850 ആണ് സ്ട്രൈക്ക് പ്രൈസ്. അതിൻ്റെ ഇപ്പോഴത്തെ റേറ്റ് 83 അല്ലെങ്കിൽ 84 അല്ലേ, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ബൈ ചെയ്യേണ്ടതെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യാം, നേരെ ബൈയിലേക്ക് പോകാം, അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് കോട്ട് എടുക്കാം. എന്നിട്ട് അത് നേരെ ബൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലേ? ഇവിടെ T അടിച്ചു കഴിഞ്ഞാൽ നേരെ എത്രയാണ് ബൈ, നോർമലാണ്, ഓർഡർ ടൈപ്പിലുണ്ട്, നോർമൽ ബ്രാക്കറ്റ് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി വേണമെങ്കിൽ വേറൊരു വീഡിയോയിൽ വിശദമായിട്ട് ബ്രാക്കറ്റ് ഓർഡറിനെ കുറിച്ച് സംസാരിക്കാം. ഇതിൽ ലോട്ട് എത്ര വേണം നമുക്ക്? 1 ലോട്ട് വേണോ, 5 ലോട്ട് വേണോ, 10? അതൊക്കെ നമ്മുടെ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി അനുസരിച്ചിട്ടും നമ്മുടെ ടെക്നിക്കൽ അനാലിസിസും അനുസരിച്ചിട്ടും ചേഞ്ച് ആവും. നമുക്ക് 5 ലോട്ടാണ് വേണ്ടെങ്കിൽ, 10 ലോട്ടാണ് വേണമെങ്കിൽ 10 ലോട്ട് അടിക്കാം. 10 ലോട്ട് അടിക്കാം. അപ്പോൾ ക്വാണ്ടിറ്റി ഒരു ലോട്ടിൽ 50 ആണ്. അപ്പം ക്വാണ്ടിറ്റി ഇവിടെ ചേഞ്ച് വരുമ്പോൾ 10 ലോട്ടാണെങ്കിൽ 500 ആവും ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കി, അപ്രോക്സിമേറ്റ് റിക്വയർഡ് മാർജിൻ 41,200 ആണ് മാർജിൻ വേണ്ടത്. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴേക്കും ഇതിൻ്റെ റേറ്റ് കയറിപ്പോയിട്ടോ. ഞാൻ പറഞ്ഞത് റേറ്റ് അതിൽ നിൽക്കുവാണെങ്കിൽ പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ബൈ ആകും എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് തിരിച്ചു പോകാം. ഞാൻ വേറൊരു കാര്യം കൂടി കാണിച്ചു തരാം. ഈ ഫസ്റ്റ് പേജിൽ വന്നിട്ട്, അതായത് ഡെറിവേറ്റീവ്സിൻ്റെ കോൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ അഡ് മണി എടുക്കാമെന്ന് പറഞ്ഞില്ലേ, അപ്പം അതുപോലെ തന്നെ പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ നേരെ പോവാം, പുട്ടിലേക്ക് പോവാം. അത് കഴിഞ്ഞിട്ട് അഡ് മണി കിട്ടി. അഡ് മണി ട്രേഡ് ചെയ്യുന്നവർക്കാണ് ഈ പറയുന്നത്. മുകളിലേക്ക് ഔട്ട് ഓഫ് ദ മണി, താഴേക്ക് ഇൻ ദ മണി. ക്ലിയർ ആണല്ലോ? കോളിലാണെങ്കിൽ മുകളിലേക്ക് ഇൻ ദ മണി, താഴേക്ക് ഔട്ട് ഓഫ് ദ മണി. ഓക്കെ, പുട്ടെടുക്കാം. പുട്ടിലും അങ്ങനെ തന്നെയാണ് വേണ്ടത്. മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പുട്ട് അപ്പാവും. മാർക്കറ്റിൽ നിഫ്റ്റി അപ്പാണെങ്കിൽ, ക്യാഷ് മാർക്കറ്റിൽ കണ്ടോ, ക്യാഷ് മാർക്കറ്റിൽ നിഫ്റ്റി അപ്പാണെങ്കിൽ പുട്ട് ഓപ്ഷൻ താഴേക്ക് വരും. അത് ബേസിക്സ് ആണ്, അതറിയാത്തവർക്ക് വേണ്ടി പിന്നീട് ഞാൻ പറഞ്ഞോളാം. ഇത് ട്രേഡ് ടേൺ കോട്ടിൽ വീണ്ടും എടുക്കാം, കോളും പുട്ടും. ക്ലിയർ ആണല്ലോ? ഇനി നിഫ്റ്റി പോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയും എടുക്കാം. ബാങ്ക് നിഫ്റ്റിയിലെ സ്പോട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ടാവും, എക്സ്പയറി ഡേറ്റുകൾ കാണിച്ചിട്ടുണ്ടാവും. 14th February ആണ് എക്സ്പയറി. അപ്പോൾ അത് വേണമെങ്കിൽ അറ്റ് ദ മണി കാണിച്ചിട്ടുണ്ടാവും, മാർക്ക് ചെയ്തിട്ട് റെഡിൽ മാർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഉണ്ടോ? അറ്റ് ദ മണി കാണിച്ചിട്ടുണ്ട്. അതിന് മുകളിലൊക്കെ ആയിട്ട് ഇത് PE ആയതുകൊണ്ട്, PE ആണല്ലോ, ബാങ്ക് നിഫ്റ്റിയുടെ PE ആണ്.
അപ്പോൾ അത് ഇൻ ദ മണി ഔട്ട് ഓഫ് ദ മണിയൊക്കെ നമുക്ക് മനസ്സിലാവും. ഇനി വേറെ എന്താണ്, ഇപ്പം ഇനി ബി എസ് സിയിൽ പോവാം. അപ്പോൾ ഈ നിഫ്റ്റി NSE നമുക്ക് എന്താണ് ഇൻഡെക്സ് ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നവർക്ക് എന്തൊക്കെയുണ്ട്? നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, പിന്നെന്താണ് ഉള്ളത്? ഫിൻ നിഫ്റ്റി അല്ലേ? ഫിൻ നിഫ്റ്റി ഉണ്ട്. ഫിൻ നിഫ്റ്റി ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഫിൻ നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിൻ വരും. അതിൻ്റെ സ്പോട്ട് എന്ന് പറയുന്നത് 2360 ആണുള്ളത്. അത് നമുക്ക് സെലക്ട് ചെയ്ത് ഏതാണ് ഫിൻ നിഫ്റ്റിയുടെ എന്നാണ് എക്സ്പയറി ഡേറ്റ്? എല്ലാ വീക്കിലും ട്യൂസ്ഡേ ആണ് അല്ലേ? അപ്പം ഇനിയുള്ളത് 20th February. ക്ലിയർ ആണല്ലോ? അറ്റ് ദ മണി കാണാം, ഇൻ ദ മണി കാണാം, ഔട്ട് ഓഫ് ദ മണി കാണാം. ഓക്കെ, ഇനി അടുത്തത് ഏതാണുള്ളത്? ഫിൻ നിഫ്റ്റി കഴിഞ്ഞാൽ പിന്നെ ഏതാണ്? മിഡ് ക്യാപ് നിഫ്റ്റി ഇല്ലേ? മിഡ് ക്യാപ് നിഫ്റ്റി ഉണ്ട് അല്ലേ? മിഡ് ക്യാപ് നിഫ്റ്റിയിലും നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നോക്കി മിഡ് ക്യാപ് നിഫ്റ്റിയുടെ എന്താണ് അടുത്തത്? 19th February ആണുള്ളത് മിഡ് ക്യാപ് നിഫ്റ്റിയുടെ എക്സ്പയറി എന്ന് പറയുന്നത്. അപ്പം നോക്കി ഓരോ എക്സ്പയറി ഡേറ്റിൻ്റെയും ഓപ്ഷൻ ചെയിൻസ് അവിടെ കാണാൻ പറ്റും. ഇതാണ് നിയറസ്റ്റ് എക്സ്പയറി എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് നമുക്ക് അറ്റ് ദ മണിയൊക്കെ കാണിച്ചിട്ടുണ്ട്. 84 rupees ആണ് അറ്റ് ദ മണി റേറ്റ്. അപ്പം ഇതെല്ലാം കൃത്യമായിട്ട് PE ആണ്. നമ്മളിവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോൾ ഓപ്ഷൻ കിട്ടും അല്ലേ? നേരെ തിരിച്ച് കോൾ ഓപ്ഷൻ കിട്ടും. ക്ലിയർ ആണല്ലോ? അപ്പം നമ്മൾ കണ്ടു, നിഫ്റ്റി കണ്ടു, ബാങ്ക് നിഫ്റ്റി കണ്ടു, ഫിൻ നിഫ്റ്റി കണ്ടു, മിഡ് ക്യാപ് നിഫ്റ്റി കണ്ടു അല്ലേ? അപ്പം നിഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട് NSEയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം. ഇനി എന്താണ് നമുക്ക് BSEയുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നോക്കാം. BSEയിൽ എന്തൊക്കെയുള്ളത്? BSE സെൻസെക്സ് ഉണ്ട് അല്ലേ? സെൻസെക്സിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ചുള്ള ഓപ്ഷൻസ് റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. സെൻസെക്സിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ചിട്ടുള്ള ഓപ്ഷൻസ് ആണ് ഇതെല്ലാം. ഓക്കെ, സെൻസെക്സ് 16 February എക്സ്പയറി. ഇത് ഫ്രൈഡേ എക്സ്പയറി ആണ്. ഇപ്പം കോൾ ഓപ്ഷൻ 71,900. അതിൻ്റെ സ്പോട്ട് എത്രയാണ്? കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഓഫ് സെൻസെക്സ് എത്രയാണ്? സെൻസെക്സ് എന്ന് പറയുന്നത് 71,910 ആണ് കാണിക്കുന്നത്. കണ്ടോ? അപ്പോൾ അതിനകത്ത് തൊട്ടടുത്ത് നിൽക്കുന്നതാണ് അറ്റ് ദ മണി എന്ന് പറയുന്നത്. അതിനകത്ത് ഇൻ ദ മണി ഔട്ട് ഓഫ് ദ മണിയും കാണിക്കുന്നുണ്ട്. കൃത്യമായിട്ട് മനസ്സിലായല്ലോ? ഇത് ഓപ്ഷൻസ് ആണ്. ഓക്കെ, ഇനി എന്താണുള്ളത്? BSEയിൽ സെൻസെക്സും ഉണ്ട്, പിന്നെ ബാങ്ക് എക്സും ഉണ്ട്. ബാങ്ക് എക്സിലും 19th February ആണ് എക്സ്പയറി. അതിലെല്ലാം കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ബാങ്ക് എക്സും കിട്ടി. ഇപ്പം BSEയിൽ നമുക്ക് സെൻസെക്സും കിട്ടി, ബാങ്ക് എക്സും ഓപ്ഷൻസ് ട്രേഡ് ചെയ്യാൻ കിട്ടി. ക്ലിയർ ആണല്ലോ? ഇനി ഓപ്ഷൻസ് ഏതിലൊക്കെ ഉള്ളത്? ഇനി കമ്മോഡിറ്റിയിലുണ്ട്. ആ കമ്മോഡിറ്റിയുടെ ഓപ്ഷൻസിനെ കുറിച്ച് ഞാൻ വേറൊരു ദിവസം പറയാം. ഇത് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് ഒരിക്കൽ കൂടി ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് വീഡിയോ ഒന്ന് ആദ്യം മുതൽ നോക്കിയാൽ മതിയാകും. എന്നാൽ പോലും ഞാൻ ഒന്ന് കാണിച്ചു തരാം. താഴെ ഓവർവ്യൂ മാർക്കറ്റ് വാച്ച് ട്രേഡ് കോട്ടിൽ എടുക്കുക. നേരെ ഡെറിവേറ്റീവ്സിൽ പോവുക. ഡെറിവേറ്റീവ്സിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നിഫ്റ്റി ആണെങ്കിൽ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ബാങ്ക് നിഫ്റ്റി, അതുപോലെ NSE ആണ് NSE, BSE ആണ് BSE. NSEയിലാണ് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയൊക്കെ വരുന്നത്. ഫിൻ നിഫ്റ്റി, ബാങ്ക് മിഡ് ക്യാപ് നിഫ്റ്റിയൊക്കെ വരുന്നത്. BSEയിൽ വരുന്നത് സെൻസെക്സും ബാങ്ക് എക്സും. അതൊക്കെ ഇവിടെ സെലക്ട് ചെയ്തെടുക്കാം. കോൾ ഓപ്ഷൻ, പുട്ട് ഓപ്ഷൻ. ക്ലിയർ ആണല്ലോ? ഫ്യൂച്ചേഴ്സ് വേണമെങ്കിൽ ഫ്യൂച്ചേഴ്സും കിട്ടും ഇവിടെ. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഡെറിവേറ്റീവ്സിൽ ഫണ്ടോ ഉള്ളത്. പിന്നെ ഇൻഡെക്സിൻ്റെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ വേറെ നോക്കേണ്ടത്? നമുക്കിവിടെ സ്റ്റോക്സിൻ്റെ ഓപ്ഷൻസ് കൊടുക്കാം. സ്റ്റോക്സ് ഓപ്ഷൻസ് എങ്ങനെയാണ്? റിലയൻസ് ക്ലിക്ക് ചെയ്തു. റിലയൻസിൻ്റെ അല്ലേ? മന്ത്ലി ഓപ്ഷൻസ് ആണുള്ളത്. അപ്പോൾ അത് കോൾ ആണെങ്കിലും പുട്ടാണെങ്കിലും ഈവൻ ഫ്യൂച്ചേഴ്സ് ആണെങ്കിലും നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്തെടുക്കാം. ക്ലിയർ ആണല്ലോ? വേറെ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. TCS സെലക്ട് ചെയ്തെടുക്കാം. ഉണ്ടോ? ഓപ്ഷൻസും ഫീച്ചേഴ്സും അവൈലബിൾ ആയിട്ടുള്ള, ഫീച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ള എല്ലാത്തിൻ്റെയും തന്നെ നമുക്ക് ഇതിന് കോളും പുട്ടും എടുക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഇതിന് എല്ലാം കറക്റ്റായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ടാവും. സ്പോട്ട് പ്രൈസ് 4,101 ആണ്. 4,101 ആണ് ഇവിടെ കാണാം. സ്പോട്ട് കാണാം അല്ലേ? സ്പോട്ട് പ്രൈസ്. ഫ്യൂച്ചറിലുള്ള റേറ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ കോളും പുട്ടും ഏത് വേണമെങ്കിൽ എടുക്കാം. കോൾ എടുക്കാം, ഫ്യൂച്ചേഴ്സ് എടുക്കാം, പുട്ട് എടുക്കാം. ഓക്കെ, ഇനി ഇതിൽ നമുക്കിത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്തെടുക്കാം കേട്ടോ. 4,101 ആണെങ്കിൽ നമുക്ക് 4,000 ആണ് വേണ്ടതെങ്കിൽ 4,000 കോൾ ഓപ്ഷൻ അവിടെ കിട്ടും അല്ലേ? 4,000 ആണ് വേണമെങ്കിൽ 4,000 വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്ത് കണ്ടോ?
ഇങ്ങനെ സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. എടുക്കാം കണ്ടോ, ഏത് ഓപ്ഷൻസിനും ഇങ്ങനെ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ബൈ ചെയ്യാനായിട്ട് പിന്നീട് അറിയാമെന്ന് വിചാരിക്കുന്നു. അതല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. റിലയൻസിൻ്റെ കോള് എടുത്തു, വേണമെങ്കിൽ നേരെ ബൈയിലേക്ക് പോകാം, അല്ലെങ്കിൽ ഡീറ്റെയിൽ കോഡ് എടുത്തിട്ട് ബൈ ചെയ്യും. നേരെ ബൈയിലേക്ക് പോകാം. ഇങ്ങനെ വന്നു കണ്ടോ, ഇതൊക്കെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. ബൈ ആണ് നോർമൽ. ഇവിടെ നമുക്ക് ലോട്ട് എത്രയാണ് വേണ്ടത്, ഒരു ക്വാണ്ടിറ്റി ലോട്ട് 1 ലോട്ട് എന്ന് പറഞ്ഞാൽ 250 ക്വാണ്ടിറ്റി എല്ലാം കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. നമുക്കിവിടെ എത്ര വേണം എമൗണ്ട്, 14,187 ആണ് ഇത് വാങ്ങിക്കാനുള്ള എമൗണ്ട്. പ്ലേസ് ഓർഡർ. ഇത്രയും ക്ലിയർ ആണല്ലോ. സ്റ്റോക്കിൻ്റെ ഓപ്ഷൻസ് കണ്ടു. ഇനി ഈ ഓപ്ഷൻസിൽ ഡെറിവേറ്റീവ് ഈ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും നമുക്ക് എങ്ങനെയാണ് പ്രീമിയം, ഇപ്പം ഇത് ബൈ ചെയ്യണമെങ്കിൽ എത്ര വരിക, നിഫ്റ്റി ഈ ഓപ്ഷൻ ബൈ ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ടത് 4,847 ആണ്. ഇത് നേരെ പകുതിയാക്കുന്നൊരു വിദ്യയുണ്ട് ഇൻട്രാഡേ ചെയ്യുന്നവർക്ക്. നേരെ പകുതി പ്രീമിയം നേരെ പകുതി വെച്ചിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അതുവരെ താങ്ക് യു സോ മച്ച്.